കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ജയിൽ ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് സെല്ലിന്റെ കമ്പികൾ മുറിച്ചിരിക്കുന്നത്. അത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ്. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കാണ് ഈ ദൃശ്യം വിരൽ ചൂണ്ടുന്നത്. നിരന്തരം പരിശോധന നടക്കുന്ന സ്ഥലമായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയത് ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെടേണ്ടതായിരുന്നു. പക്ഷേ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങളിൽ എവിടെയും ഒരു ജയിൽ ജീവനക്കാരനെ പോലും കാണാനില്ല എന്നത് ഒരുപാട് സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള ജീവനക്കാരൻ പോലും ജയിലിൽ ഇല്ലായിരുന്നുവെന്നും ഇതിൽ നിന്നും വ്യക്തം. ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 3.5 മിനിറ്റ് ദൃശ്യങ്ങൾ ആ ജീവനക്കാരൻ കണ്ടിരിക്കുമെന്ന് ഉറപ്പ്. പക്ഷേ CCTV മോണിറ്റർ ചെയ്യേണ്ട ജയിലിലെ ജീവനക്കാരൻ ആ സമയം മറ്റൊരു തടവുകാരനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയായിരുന്നുവെന്ന ന്യായീകരണമാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദച്ചാമി കുറച്ചധികം കാലമായി ജയിൽ ചാട്ടം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നതാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. ജൂലൈ 25 പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നത്. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആദ്യം ഒരു തുണി പുറത്തേക്കിട്ടാണ് ജയിൽ ചാടാനുള്ള ശ്രമം ഗോവിന്ദച്ചാമി ആരംഭിക്കുന്നത്. പിന്നീട് സെല്ലിലെ താഴ്ഭാഗത്തെ കമ്പി അറുത്തുമാറ്റിയ ശേഷം ആ വിടവിലൂടെ ഇഴഞ്ഞാണ് ഇയാൾ സെല്ലിന് പുറത്തേക്കിറങ്ങിയത്. സെല്ലിന് പുറത്തേക്കിറങ്ങിയതിനു ശേഷം 3 തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. 1:20 കഴിയുന്നതോടെയാണ് ഇയാൾ പുറത്തേക്കിറങ്ങുന്നത്. സെല്ലിൽ നിന്ന് മുറിച്ചു മാറ്റിയ കമ്പികൾക്കിടയിലൂടെ നൂന്നിറങ്ങിയ ഗോവിന്ദച്ചാമി കമ്പികൾ പഴയപടി ചേർത്ത് വെക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. ആ സമയത്ത് പോലും സെല്ലിന്റെ പരിസരത്തേക്ക് ആരും എത്തിയില്ല എന്നതും ശ്രദ്ധേയം. നിരന്തരം പരിശോധന നടക്കുന്ന സ്ഥലമായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയത് ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെടേണ്ടതായിരുന്നില്ലേ? സെല്ലിന് പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി വെള്ളിയാഴ്ച പുലർച്ചെ 4:15 വരെ ജയിൽ വളപ്പിനുള്ളിലെ മരത്തിന് സമീപം നിൽക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. 10ാം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്ന ശേഷം വലിയ മതിലായ പുറം മതിൽ ചാടിക്കടന്നു. മതിൽ ചാടിക്കടക്കുമ്പോഴേക്കും 4 മണി കഴിഞ്ഞിരുന്നു. തുരുമ്പ് പിടിച്ച ദ്രവിച്ച കമ്പികൾ മാത്രമുള്ള സെല്ലിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചത്. ഈ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുന്നുണ്ട്. ഏതാണ്ട് 28 ദിവസത്തോളം എടുത്താണ് ഗോവിന്ദച്ചാമി സെല്ലിന്റെ അഴികൾ അറുത്തുമാറ്റിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നിട്ടും ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നതാണ് പ്രധാനമായും ചോദിക്കാനുള്ളത്. വളരെ വലിയ സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗോവിന്ദച്ചാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചതിന്റെ ഒരു സൂചനയും ഈ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഇല്ല. മറ്റ് സഹായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇയാൾ വേഗത്തിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് പോലീസും പറയുന്നത്. പക്ഷേ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് ഒരു സഹായവും കിട്ടാതെ ഇത്ര വലിയ സാഹസത്തിന് മുതിരുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസമായി ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം ഗോവിന്ദച്ചാമി നടത്തിയിരുന്നുവെന്നാണ് വിവരം. ശരീരഭാരം കുറയ്ക്കലും വ്യായാമങ്ങൾ ചെയ്യലുമെല്ലാം ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. അതേസമയം തൃശൂർ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ പ്രവേശിപ്പിച്ച ഗോവിന്ദച്ചാമി ബഹളങ്ങളില്ലാതെ ശാന്തനായാണ് കഴിയുന്നത് എന്ന് ജയിൽ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. ഭക്ഷണം ഒഴിവാക്കി ശരീരഭാരം കുറച്ച ഗോവിന്ദച്ചാമി വിയ്യൂരിലെത്തിയപ്പോൾ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ സ്വഭാവം ഏത് നിമിഷവും മാറുമെന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് അധികൃതർ. വിയ്യൂരിൽ കൊണ്ടുവന്നപ്പോൾ മട്ടനും കഴിച്ച് കഴിഞ്ഞ ദിവസം ഊണ് കഴിച്ച കാര്യം ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അക്കാര്യം ഇവിടെ പരാമർശിക്കുന്നില്ല. ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് പുറത്തു ചാടാൻ പദ്ധതിയിട്ടത് തനിച്ചാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. ജയിലിനുള്ളിലോ പുറത്തോ സഹായം ലഭിച്ചിട്ടില്ല. എന്നാൽ ജയിൽ ചാടുമെന്ന് മറ്റു ചില തടവുകാർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അത്യന്തം അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പുറത്തു വരുന്നത്. അംഗപരിമിതനായ ഗോവിന്ദച്ചാമിക്ക് സഹായം ലഭിച്ചുവെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു പോലീസ്. എന്നാൽ ഇപ്പോൾ പോലീസ് കൃത്യമായി പറയുന്നു എല്ലാം അയാളുടെ മാത്രം പ്ലാനിംഗ് ആണ് എന്ന്. സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ പുറത്തു കടക്കാൻ 3 മണിക്കൂർ സമയമെടുക്കില്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കാരണം രാത്രി 1:10 മുതൽ 4:15 വരെയുള്ള ഗോവിന്ദച്ചാമിയുടെ മുഴുവൻ നീക്കങ്ങളും ജയിൽ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിലെവിടെയും പരസഹായം ലഭിച്ചതിന് തെളിവുകളേയില്ല. ജയിൽ ചാടിയ ശേഷം വഴിയറിയാത്തതാണ് ഗോവിന്ദച്ചാമിക്ക് പിഴയ്ക്കാൻ കാരണമെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജയിൽ ചാടാനുള്ള തീരുമാനം ശിക്ഷാ ഇളവ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് എന്നാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴി.
സഹതടവുകാർക്ക് തന്നോട് സഹതാപമുണ്ടായിരുന്നു. തന്റെ കഴിവ് കാട്ടിക്കൊടുക്കണമെന്ന് അവർ പറഞ്ഞതായും ജയിൽ ചാട്ടത്തിന് അത് പ്രചോദനമായി എന്നുമാണ് ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞത്. ട്രെയിൻ മാർഗം രക്ഷപ്പെടാനായിരുന്നു പദ്ധതി. കയ്യിൽ പണമില്ലാത്തതാണ് തടസ്സമായത്. കാൽനടക്കാരോട് ചോദിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. നടന്നു പോകുന്നതിനിടെ ഒരു ആശുപത്രിയുടെ ഭാഗത്ത് വെച്ച് വഴിതെറ്റി. ഇടവഴിയിലൂടെ കറങ്ങി DCC ഓഫീസിന് മുന്നിലെത്തി. അപ്പോഴാണ് നാട്ടുകാർ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നും ചോദ്യം ചെയ്തപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞത്. 8 മാസത്തെ ആസൂത്രിത നീക്കത്തിലൂടെയാണ് ജയിൽ ചാട്ടം നടപ്പാക്കിയത്. പകൽ സമയം ഉറങ്ങി, രാത്രി ഉറങ്ങാതെ കമ്പി മുറിച്ചു, ബിസ്ക്കറ്റ് കവറുകൾ സൂക്ഷിച്ചു വെച്ചു. ജയിൽ ചാടുമ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗിൽ പിടിച്ചത് ബിസ്ക്കറ്റിന്റെ കവർ ഉപയോഗിച്ചായിരുന്നു. റിപ്പർ ജയാനന്ദന്റെ ജയിൽ ചാട്ടം മാതൃകയാക്കിയെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഒറ്റക്കൈയും പല്ലും ഉപയോഗിച്ചാണ് തുണിയിലൂടെ കയറി മതിൽ ചാടിയത്. ഒരു കൈ ഉപയോഗിച്ച് തുണിയിൽ പിടിച്ചു കയറി, പിന്നീട് വായ ഉപയോഗിച്ച് തുണി കടിച്ചു പിടിച്ചു. അഴിയിറക്കാൻ തുടങ്ങിയത് 4 മാസം മുൻപാണ് എന്നും ഗോവിന്ദചാമിയുടെ മൊഴിയിലുണ്ട്. വാർഡന്മാർ മുഴുവൻ സമയവും ഫോണിൽ കളിക്കുകയാണ്. തൊട്ടുമുന്നിലെ മുറിയിൽ ഉണ്ടായിട്ടും ശ്രദ്ധിക്കാറില്ല. അവരുടെ ശ്രദ്ധ പരിശോധിക്കാൻ ഗ്ലാസും പ്ലേറ്റും പുറത്തെറിഞ്ഞ് പരീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ശബ്ദം കേട്ടിട്ടും വാർഡന്മാർ തിരിഞ്ഞു നോക്കിയില്ല. കമ്പി നൂൽവണ്ണമായിട്ടും വാർഡന്മാർ നോക്കിയില്ല എന്നും ഗോവിന്ദചാമിയുടെ മൊഴിയിലുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഗോവിന്ദചാമിക്ക് ജയിലിൽ നിന്നും സഹായം ലഭിച്ചിട്ടില്ല എന്ന് തീർത്തു പറയാൻ കഴിയില്ല. പക്ഷേ ജയിൽ ജീവനക്കാർക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നു. എന്തായാലും ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ മാത്രം പോരാ. ഇനി ഇങ്ങനെയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ജയിലിനുള്ളിൽ ചെയ്യേണ്ടത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ മുഴുവനായും കാണാത്തവർക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണിക്കുന്നു.